അത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. കാരണം കുറേ തീരുമാനങ്ങൾ അവിടെ ബ്രേക്കായിട്ടുള്ളൊരു ഭാഗമുണ്ട്. കാരണം ജീവൻ്റെ ഭാഗത്ത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് ഇതാണ് ശരി, അതായത് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അതിനെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഭാഗമാണ് അവിടെ ശരിക്കുള്ള വഴി. അപ്പോൾ അവിടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തും കുറച്ചൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ നമുക്ക് ക്രിയേറ്റഡ് ആവില്ല. ഇപ്പം ഞാൻ കുറച്ച് പറഞ്ഞ പോലെ കറണ്ട് ഇല്ല, നെറ്റില്ല, നമ്മൾ മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റിനെ ആശ്രയിക്കുന്ന ഇതൊക്കെയാണ്. ഇതൊന്നുമില്ല, സംസാരിക്കാൻ ആളില്ല. അപ്പം ഇതൊക്കെ അന്തരീക്ഷം എനിക്ക് സപ്പോർട്ട് തന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചിലപ്പോൾ ആദ്യം തോന്നി ഇതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു വിഷമകരമായൊരു സിറ്റുവേഷൻ ആണല്ലോ, കാരണം ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഇതാക്കണം. പക്ഷെ ഇത് ഏറ്റവും നല്ലൊരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ ഈ ഒരു നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന യൂണിവേഴ്സ് തരുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ. അത് പലപ്പോഴും എൻ്റെ പല തീരുമാനങ്ങളും ബ്രേക്ക് ആയതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു പ്രോഗ്രസ്സാണ്, അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല. എത്രത്തോളം തീരുമാനങ്ങൾ ബ്രേക്ക് ആവുന്നു അത്രത്തോളം നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ തന്നെ ആ തീരുമാനത്തെ കട്ട് ചെയ്തു, അല്ലെ? ഞാൻ തന്നെ തീരുമാനത്തെ കട്ട് ചെയ്ത് ചെയ്യുന്നു. അതെ, കട്ട് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ഒരു ബലം പിടിക്കാണ്ട് അത് മാറ്റുക, തീരുമാനം മാറ്റുക. അങ്ങനത്തെ സാഹചര്യമാണ് നമ്മൾ കൂടുതൽ നമ്മളെ സ്ട്രഗിൾ ചെയ്യിക്കേണ്ടല്ലോ. അതെന്തായാലും നടക്കണം, വേണ്ട നടക്കേണ്ടത് അല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയത്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, തീരുമാനം മാറ്റുക. അങ്ങനെ പോകുമ്പം പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതെന്താ സംഭവിക്കുന്നത് അതായത് നമ്മളെ മനസ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. മനസ്സിന് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാലാണല്ലോ അവിടെ ഒരു തീരുമാനം ജനറേറ്റഡ് ആവുന്നത്. അതുപോലും പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കും തീരുമാനം എടുക്കാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ തീരുമാനം ഇപ്പോൾ നമ്മളിപ്പം എന്താ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന ഫുഡ് ഉണ്ടാക്കാം, അത് നമ്മളൊരു തീരുമാനം എടുക്കുവാണ്. അത് ആ ഒരു മൊമെൻറ്റിൽ അതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം മാറ്റും. പക്ഷെ അവിടെ നമ്മളൊരു തീരുമാനം ആദ്യം എടുത്തു പുട്ടുണ്ടാക്കാന്നുള്ളത്. അത് ആ ഒരു മൊമെൻറ്റിൽ മാത്രം ഉണ്ടായൊരു കാര്യമാണ്. അതവിടെ എടുത്തു, പുട്ടുണ്ടാക്കി കഴിച്ചു, കഴിഞ്ഞു. നാളെ രാവിലെയും ഞാൻ പുട്ടുണ്ടാക്കും, മറ്റന്നാൾ രാവിലെയും പുട്ടുണ്ടാക്കും, അത് തുടരുന്നില്ല. അതവിടെ വെറും താൽക്കാലികമാണ്. തീരുമാനങ്ങൾ താൽക്കാലികമാണ്, അതിനെ അംഗീകരിച്ച് താൽക്കാലികമായുള്ള തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു പ്രയോറിറ്റി വരുന്നതും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കും. ചില വിജയിച്ച വ്യക്തികളെല്ലാം തീരുമാനങ്ങൾ എടുത്ത് വിജയിച്ച ഒരാളല്ലോ, തീരുമാനങ്ങൾ എടുക്കാതെ വിജയിച്ചവരല്ലോ. അപ്പൊ ഈ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുമല്ലോ ഒരു മൊമെന്റിൽ. ഇതാണ് തീരുമാനം എന്ന് തിരിച്ചറിയുമല്ലോ. അപ്പൊ ആ തീരുമാനം എടുക്കട്ടെ. അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കും. അത് മാറ്റേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ മാറ്റും. അപ്പൊ അത് തീരുമാനം ഇപ്പൊ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനം വളരെ ചെറിയ തീരുമാനമാണ്. ഇത് ഈ തീരുമാനം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണല്ലോ നമ്മളത് മാറ്റുന്നത്. അത് മാത്രമല്ല, അവിടെ നമുക്ക് ആ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവത്തില്ല. കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഭാഗം വേറെ ഉണ്ടാവും. ഈ തീരുമാനം എടുക്കാതെ തന്നെ വേറൊരു ഭാഗം അവിടെ ഉണ്ടാവും. അപ്പം നമ്മളിതിനെ കാണാൻ പറ്റണം. നമുക്ക് ഈ തീരുമാനത്തിൻ്റെ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു വശം നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആയിപ്പോവും. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഭാഗം അവിടെ നമ്മളെ ശ്രദ്ധയിൽ പെടത്തില്ല. അതിനുള്ള ഞാൻ എടുക്കുന്നത് കൂടുതലും ആ തീരുമാനത്തിന് എതിരായിട്ട്, അതായത് നടക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെ അവിടെ നമ്മളുടെ ശ്രദ്ധയിൽ പെടും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റും. നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധയിലിരുന്നാൽ മാത്രമേ ഈ തീരുമാനങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ അറിയാൻ പറ്റുള്ളൂ.
അതെ അതെ, എന്തായാലും പൂർണ്ണമായിട്ട് ശ്രദ്ധയിലിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് ഇപ്പോൾ വൺ വേ ആയിക്കഴിഞ്ഞാൽ എപ്പോഴാ പൂച്ച കുറുകെ ചാടുക അല്ലെങ്കിൽ എതിർവശത്തുനിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം വൺ വേ ആണ്, അപ്പം ഇനി വേറെ ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരില്ല, അപ്പം നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോകാം. അറിയാൻ പറ്റില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും നമ്മൾ അവിടെ കുറുകെ ചാടി ആക്സിഡൻറ്റ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റോങ് സൈഡിലേക്ക് കയറി വരാം, സംഭവിക്കാം. പക്ഷേ നമ്മളവിടെ തീരുമാനത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധയിലാണ്. ഫുൾ ടൈം ഞാൻ വണ്ടി ഓടിക്കുകയാണ്, അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഉള്ളതിനെ മനസ്സിലാക്കി നിൽക്കുക. അതെ അതെ.